അതായത് കോമ്പറ്റീഷൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ആളുകൾ അപേക്ഷിക്കുമ്പോൾ ഒരു 3 വർഷത്തെ ആളുകളെങ്കിലും ഇത്തവണ കുറയാൻ സാധ്യതയുണ്ട്. ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഒഫീഷ്യലായിട്ട് RRB വെബ്സൈറ്റുകളിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ RRB ജെയുടെ അപ്ലിക്കേഷൻ ഒക്ടോബർ 31 ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയമാണ് ഇത്തവണ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ടോ എന്നുള്ളത്. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ RRB ജെയുടെ നോട്ടിഫിക്കേഷനിൽ 18 മുതൽ 36 വയസ്സ് വരെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ 18 മുതൽ 33 വരെയാണ് നോട്ടിഫിക്കേഷനിൽ ഏജ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും റിലാക്സേഷൻസ് വരുന്നുണ്ടോ, അതേപോലെ തന്നെ റിസർവേഷൻ കാറ്റഗറിയിൽ എന്തെങ്കിലും റിലാക്സേഷൻസ് വരുന്നുണ്ടോ, ജനറൽ കാറ്റഗറിയിൽ എന്തെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. അതായത് നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ഈ എക്സാമിന് അപ്ലൈ ചെയ്യും, ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുകയും ചെയ്താൽ മതി. അപ്പോൾ എന്താണ് ഇത്തവണത്തെ ഇതിലേക്ക് നോക്കുന്നതിന് മുന്നേ ലാസ്റ്റ് നോട്ടിഫിക്കേഷനിൽ എന്തായിരുന്നു പറഞ്ഞത് എന്നുള്ളത് ജസ്റ്റ് നോക്കാം. ലാസ്റ്റ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്ക് 18 മുതൽ 33 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം എന്നാണ് നോർമൽ കേസിൽ പറഞ്ഞിരിക്കുന്നത്. പ്രിസ്ക്രൈബ്ഡ് ഏജ് ഇൻ നോർമൽ കോഴ്സ് പറഞ്ഞിരിക്കുന്നത് 18 to 33 ആണ്. ഓക്കെ, പിന്നെ അവർ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഡ്യൂ ടു കോവിഡ് പാൻഡമിക് എ സ്പെഷ്യൽ റിലാക്സേഷൻ ഓഫ് 3 years ആസ് അപ്ലിക്കബിൾ ടു ദിസ് CN. അതായത് ഇത് ഇത്തവണത്തെ അല്ല കേട്ടോ, ഇത് നമ്മളിപ്പോൾ RRB ജെയുടെ 2025 നോട്ടിഫിക്കേഷൻ അല്ല ഞാൻ പറയുന്നത്, കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷനിലാണ്. അത് അവർ 18 to 33 എന്നുള്ളത് 18 to 36 ആക്കിയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 3 വർഷത്തെ റിലാക്സേഷൻ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ അതുണ്ടാവില്ല എന്നുള്ളത്. ആസ് അപ്ലിക്കബിൾ ടു ദിസ് CN എന്ന് പറഞ്ഞാൽ 2024 സെൻട്രൽ എംപ്ലോയ്മെൻറ്റ് നോട്ടിഫിക്കേഷനിൽ മാത്രം അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു റിലാക്സേഷൻ ആണ് ഈ 18 to 36 എന്ന് പറയുന്നത്. അതായത് ഇത്തവണത്തെ റിലാക്സേഷൻ അതിൽ വരുന്നില്ല എന്നുള്ളതാണ് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഏജ് ലിമിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രാവശ്യം 18 to 33 ആണ്. അത് ലോവർ ഏജ് ലിമിറ്റ് വന്നിരിക്കുന്നത് 1/1/2008. അതെന്തായാലും അതെല്ലാവരും കഴിഞ്ഞിട്ടുള്ള ആളുകൾ മാത്രമായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി അപ്പർ ഏജ് ലിമിറ്റിൽ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് നോട്ടിഫിക്കേഷൻ എൻഡ് ചെയ്യുന്ന ഡേറ്റ് അല്ല കേട്ടോ. ഇപ്പം November 30 നോട്ടിഫിക്കേഷൻ എൻഡ് ചെയ്യുന്ന ഡേറ്റ്. പക്ഷേ അതല്ല അവർ പറഞ്ഞിരിക്കുന്നത് 1/1/2026 ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. 1/1/2026 ഈ പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ ഇവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1/1/2026 ആയിരിക്കണം നിങ്ങളുടെ അപ്പർ ഏജ് ലിമിറ്റ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 2/1/1993. ഓക്കെ, 2/1/1993. അപ്പോൾ ഈ പറഞ്ഞ ഡേറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ഡേറ്റിന് ശേഷം ജനിച്ച ആളുകൾക്കായിരിക്കും എന്ത് ചെയ്യാൻ പറ്റുക, അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇതിന് മുൻപുള്ള ജനിച്ച ആളുകൾക്ക്, അതായത് 2/1/1993 മുന്നേ ജനിച്ചിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത്തവണ RRBയുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാം എഴുതാൻ പറ്റില്ല ഫോർ അൺറിസർവ്ഡ് കാറ്റഗറി. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്തവണയും റിലാക്സേഷൻ വന്നിട്ടുണ്ട്. അതായത് ഏജ് റിലാക്സേഷൻ ഇതെല്ലാ പ്രാവശ്യവും വരുന്നതന്നെയാണ് കേട്ടോ. അതായത് OBC നോൺ ക്രീം ലെയറിൽ ഒരു 3 വർഷത്തെ റിലാക്സേഷൻ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ SC ST കാൻഡിഡേറ്റ്സിന് ഒരു 5 വർഷത്തെ റിലാക്സേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അൺറിസർവ്ഡ് കാറ്റഗറിയിൽ ഇത്തവണ 18 to 33 കൺഫേംഡ് ആണ്. അത് കൂടാതെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അൺറിസർവ്ഡ് കാറ്റഗറിയിൽ ഇപ്രാവശ്യം യാതൊരു തരത്തിലുള്ള റിലാക്സേഷൻ വരുന്നില്ല. എന്നാൽ OBCയിൽ 3 വർഷവും SC STയിൽ 5 വർഷവും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ എക്സാമിൽ നമ്പർ ഓഫ് അപ്ലിക്കൻസ് കുറയാനുള്ള സാധ്യത നിലവിലുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 18 to 36 എന്ന സമയത്ത് 3 വർഷമുള്ള ആളുകൾ അധികമായിട്ട് ഈ എക്സാമിൽ കഴിഞ്ഞ പ്രാവശ്യം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. വേക്കൻസി കുറവാണെങ്കിലും ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. അതായത് കോമ്പറ്റീഷൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ആളുകൾ അപേക്ഷിക്കുമ്പോൾ ഒരു 3 വർഷത്തെ ആളുകളെങ്കിലും ഇത്തവണ കുറയാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ചില സമയത്തൊക്കെ ഈ പറഞ്ഞ പോലെ വേക്കൻസീസ് കഴിഞ്ഞ പ്രാവശ്യത്തെ കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് അപ്ലിക്കൻസ് കുറയുന്ന സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. സോ ഒരു കാരണവശാലും നിങ്ങൾ ഈ ഒരു അവസരം നിങ്ങൾ മിസ് ചെയ്യരുത്. അപ്പോൾ റിലാക്സേഷൻ പ്രകാരം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ OBC നോൺ ക്രീമിലെയറിൽ 2/1/1990 വരെ അതിന് ശേഷമുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. SC ST കാറ്റഗറിയിലാണെങ്കിൽ 2/1/1998 ശേഷം 988 ശേഷം കേട്ടോ, 98 അല്ല 88 ശേഷമുള്ള ആളുകൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്.
സോ OBC നോൺ ക്രീമി ലെയറിൽ 3 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. അതേപോലെ തന്നെ SC/ST കാറ്റഗറിയിൽ 5 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ ഇതൊരു ബിഗ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഒരിക്കലും ഈ ഒരു അവസരം മിസ് ചെയ്യരുത്. നിങ്ങൾ ഇത്തവണത്തെ RRB JEE എക്സാം എഴുതാൻ പോകുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. RRB JEE എലിജിബിൾ ആയിട്ടുള്ള മുഴുവൻ ആളുകളും ഇത്തവണയും RRB JEE അപ്ലൈ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. എൻട്രിയോടൊപ്പം നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിൽ RRB JEE ഏറ്റവും മികച്ച റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് ഞങ്ങളുടെ സക്സസ് സ്റ്റോറീസ്. ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് കാണാവുന്നതാണ്. സോ നമ്മുടെ ഏറ്റവും മികച്ച RRB JEE ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുകൾക്ക് വേണ്ടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക.